Hi all, welcome to CC English Up. നമ്മൾ ഇന്ന് ഫ്യൂച്ചർ ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇത് ബേസിക് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും, ഗ്രാമറൊക്കെ അറിയാം എന്നുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഇതിനു മുൻപ് നമ്മളൊരു 3 പാർട്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുക ഭാവിയെ കുറിച്ച് പറയാൻ. ഭാവി മലയാളത്തിൽ പറഞ്ഞാൽ ഭാവി അല്ലേ? അതായത് ഈ നിമിഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഫ്യൂച്ചർ ടെൻസിലാണ് അത് പറയുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചെയ്യും, വരും, പോകും എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നാളെ ഞാൻ പോകും, 5 മിനിറ്റിന് ശേഷം അവൾ എന്നെ വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് പറയാൻ നോക്കാം. ഏതൊരു സെന്റൻസ് പറയുമ്പോഴും നമുക്കറിയാം സബ്ജക്റ്റ് ആണ് ആദ്യം വരിക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളുടെ പേര് അല്ലേ? ദെൻ എന്താണ് ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ ഒരു വിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വിൽ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, ഇപ്പോൾ ഞാൻ പോകും എന്നെങ്ങനെ പറയാ? അവിടെ ആരാണ് സബ്ജക്റ്റ്? ആരാണ്? ഞാൻ പോകും എന്ന് പറയുമ്പോൾ ഞാനാണ് സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഞാൻ, ഐ. ഓക്കെ, ഐ. ഇനി പോകും എന്താണ്? ഗോ എന്നാണ് പറയുക. പോവുക എന്ന വെർബിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഗോ. ഓക്കെ, അപ്പോൾ ഒരു വിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഐ വിൽ ഗോ എന്നാണ് വരിക. ഐ വിൽ ഗോ, ഞാൻ പോകും. ഓക്കെ, ഇനി അവൾ പാട്ട് പാടും എന്നെങ്ങനെ പറയാ? അവൾ പാട്ട് പാടും. അപ്പൊ അവിടെ അവൾ എന്നെങ്ങനെ പറയാ? ഷീ വിൽ അല്ലേ? ഷീ വിൽ പാട്ട് പാടുക. ഇങ്ങനെ പറയാ സിംഗ്. എന്താണ്? സിംഗ്. ഷീ വിൽ സിംഗ് എ സോങ്. അവൾ ഒരു പാട്ട് പാടും. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഞാൻ നാളെ പോകും. ഞാൻ നാളെ പോകും നമ്മൾ പറഞ്ഞതാണ്. ഞാൻ നാളെ പോകും എങ്ങനെയാണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? ഞാൻ നാളെ പോകും. അപ്പൊ നമുക്കറിയാം സബ്ജക്റ്റ് എന്താണ്? ഞാനാണല്ലേ? സോ ഐ. പോവുക എന്ന വേർബ് എന്താണ്? ഗോ. അതിന് മുൻപ് നമുക്ക് എന്ത് ചേർക്കണം? വില്ല് ചേർക്കണം. ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ ഐ വിൽ ഗോ. നാളെ എന്നെങ്ങനെ പറയും? ഐ വിൽ ഗോ ടുമോറോ. ഐ വിൽ ഗോ ടുമോറോ. ഞാൻ നാളെ പോകും. ഓക്കെ, ഇനി അവൾ നിന്നോട് സംസാരിക്കും എന്നെങ്ങനെ പറയാ? അവൾ നിന്നോട് സംസാരിക്കും. സബ്ജക്റ്റ് എന്താണ്? അവൾ അല്ലേ? അവൾ എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? ഷീ. അവൾ നിന്നോട് സംസാരിക്കും. അവിടെ വെർബ് എന്താണ്? സംസാരിക്കുക. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? സ്പീക്ക്. സ്പീക്ക് എന്താണ്? സ്പീക്ക്, സേ, ടെൽ ഒക്കെ പറയാൻ. പക്ഷെ സംസാരിക്കുക എന്താണ്? സ്പീക്ക് ആണ്. ഷീ സ്പീക്ക് ആണ് വരിക. അതിന്റെ കൂടെ എന്ത് ചേർക്കണം? വില്ല് ചേർക്കണം. ഷീ വിൽ സ്പീക്ക്. നിന്നോട് എന്നെങ്ങനെ പറയാ? ഷീ വിൽ സ്പീക്ക് ടു യു. അവൾ നിന്നോട് സംസാരിക്കും. ഷീ വിൽ സ്പീക്ക് ടു യു. ഓക്കെ, ഇനി 1 വർഷത്തിന് ശേഷം ഞാൻ കാർ വാങ്ങും. നല്ലൊരു തീരുമാനമാണ് അല്ലേ? 1 വർഷത്തിന് ശേഷം ഞാൻ കാർ വാങ്ങും. അപ്പോൾ ഇവിടെ സമയം ഏതൊരു സെന്റൻസിലാണെങ്കിലും നമ്മൾ ടൈം പറയുമ്പോൾ അത് അവസാനത്തേക്ക് കൊണ്ടുവരിക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിൽ വരിക? സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ എന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എന്നെങ്ങനെ പറയും? ഐ. ഞാൻ എന്താണ് ഇവിടുത്തെ ആക്ഷൻ? എന്താണ്? വാങ്ങും എന്നുള്ളതാണ് അല്ലേ? വാങ്ങും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ബൈ ആണ്. ബൈ. BUY ബൈ. ഓക്കെ, ഐ ബൈ. ഇതിന്റെ ഇടയിൽ എന്താണ് വരണ്ടേ? വിൽ. ഐ വിൽ ബൈ. ഐ വിൽ ബൈ എന്താണ് വാങ്ങുന്നേ? കാർ ആണല്ലേ? ഐ വിൽ ബൈ എ കാർ. ഞാനൊരു കാർ വാങ്ങും. ഐ വിൽ ബൈ എ കാർ 1 വർഷത്തിന് ശേഷം. എപ്പോഴാണ് 1 വർഷത്തിന് ശേഷം? ആഫ്റ്റർ 1 year. I will buy a car after 1 year. Okay, I will buy a car after 1 year. Okay, അപ്പോൾ ക്ലിയർ ആണ്. ഇവിടെ വെർബിന് മുൻപ് നമ്മൾ എന്ത് ചേർക്കണം? വില്ല് ചേർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾ തിങ്കളാഴ്ച പരീക്ഷ എഴുതും. എങ്ങനെയായിരിക്കും പറയാ? അവൾ തിങ്കളാഴ്ച പരീക്ഷ എഴുതും എന്നെങ്ങനെ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.